നമസ്കാരം. നൈൽ നദിയുടെ തീരത്ത് വളരെ പ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന ഒരു രാജവംശം എന്നാൽ പടയോട്ടങ്ങൾ ആരംഭിച്ചതോടെ അത് തീർത്തും ഇല്ലാതായി. സൗന്ദര്യത്തിന്റെ ആൾരൂപമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ക്ലിയോപാട്രയുടെ ആത്മാഹുതിയോടെ നാമാവശേഷമായി പോയ ഫറവോ രാജാക്കന്മാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ കഥയിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഫറവോ രാജവംശത്തിന് ചരിത്രത്തിൽ സംഭവിച്ചത്? പ്രാചീന ഈജിപ്തിന്റെ കഥ നൈൽ നദിയോളം തന്നെ നീളമുള്ളതും അതിനിഗൂഢവുമാണ്. അവിടെ ദൈവതുല്യരായി വാണിരുന്ന ഫറവോന്മാരുടെ തലമുറ എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമായി പോയത്? അത് ഒരൊറ്റ ദിവസം സംഭവിച്ച ഒന്നല്ല, മറിച്ച് 3000 വർഷം നീണ്ട ഒരു സാമ്രാജ്യത്വത്തിന്റെ സാവധാനത്തിനുള്ള അസ്തമയമായിരുന്നു. എല്ലാം തുടങ്ങിയത് പ്രതാപത്തിന്റെ ഉച്ചിയിൽ നിന്നാണ്. പിരമിഡുകളും സ്വർണ്ണ നിറമാർന്ന ക്ഷേത്രങ്ങളും പണിത ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ഈജിപ്ത് നിലനിന്നിരുന്ന കാലഘട്ടമാണത്. ഫറവോന്മാർ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അവരുടെ വാക്ക് നിയമമായിരുന്നു. എന്നാൽ അധികാരത്തിന്റെ ഈ കൊടുമുടിയിൽ നിന്ന് പതിയെ പതിയെ അവർ താഴ്വരയിലേക്ക് നടന്നു തുടങ്ങി. ന്യൂ കിങ്ഡം കാലഘട്ടം അവസാനിച്ചതോടെ സാമ്രാജ്യത്വത്തിന്റെ ആഭ്യന്തര ഭിത്തികളിൽ വിള്ളലുകൾ വീണു. വിഭവങ്ങൾ നന്നേ കുറഞ്ഞു. ക്ഷാമം അവിടെ പതിവായി തുടങ്ങി. കൂടാതെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ രൂക്ഷമായി. അതായത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും കേന്ദ്ര ഭരണകൂടത്തിന് വെല്ലുവിളിയായി വളർന്നു വന്നു. പുറം ലോകത്തു നിന്നുള്ള ശക്തികൾ ഈജിപ്തിന്റെ സമ്പത്തിൽ കണ്ണുവെച്ചു തുടങ്ങി. തെക്ക് നിന്നുള്ള നൂബിയൻ രാജാക്കന്മാർ, കിഴക്ക് നിന്നുള്ള ഭീകരന്മാരായിട്ടുള്ള അസീറിയക്കാർ, പിന്നെ പേർഷ്യൻ ചക്രവർത്തിമാർ ഓരോരുത്തരായി വന്ന് ഈജിപ്തിനെ കീഴടക്കാൻ തുടങ്ങി. ഫറവോ സിംഹാസനം നിലനിന്നുവെങ്കിലും യഥാർത്ഥ അധികാരം വിദേശീയരുടെ കൈകളിലായി മാറി. ഒരു സിംഹത്തിന്റെ തോലണിഞ്ഞ കുറുക്കന്മാരെ പോലെയായിരുന്നു പിന്നീടുള്ള പല ഫറവോന്മാരും ജീവിച്ചത്. ഈ നാടകീയമായ അധ്യായത്തിലെ അടുത്ത നിർണായകമായ വഴിത്തിരിവ് BCE 332 സംഭവിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യക്കാരെ തുരത്തി ഈജിപ്തിന്റെ രക്ഷകനായി എത്തിയത് ആ കാലഘട്ടത്തിലാണ്. ഒരു ഈജിപ്ഷ്യൻ രാജാവിനെ പോലെ അദ്ദേഹം ആമുൻദേവന്റെ മകനായി സ്വയം പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഗ്രീക്ക് ജനറൽ ടോളമി ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കുകയുണ്ടായി. ഇതോടെ ഫറവോന്മാരുടെ രക്തബന്ധം പൂർണ്ണമായും അന്യവൽക്കരിക്കപ്പെട്ടു. ടോളമി രാജാക്കന്മാർ ഈജിപ്ഷ്യൻ പേരും ആചാരങ്ങളും സ്വീകരിച്ചുവെങ്കിലും അവരുടെ രക്തത്തിലും മനസ്സിലും ഗ്രീക്ക് സംസ്കാരമായിരുന്നു നിലനിന്നിരുന്നത്. ഈ ഗ്രീക്ക് രാജവംശത്തിലെ അവസാനത്തെ കന്യയായിരുന്നു ലോകം കണ്ട ഏറ്റവും പ്രശസ്തിയായ ഭരണാധികാരി ക്ലിയോപാട്ര. ബുദ്ധിശക്തിയും സൗന്ദര്യവും രാഷ്ട്രീയ തന്ത്രജ്ഞയും ഒത്തുചേർന്ന ക്ലിയോപാട്ര വളർന്നു വരുന്ന ലോകശക്തിയായ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ആദ്യം ജൂലിയസ് സീസറുമായും പിന്നീട് മാർക്ക് ആന്റണിയുമായും അവർ സഖ്യം ചേർന്നു. എങ്കിലും വിധി അവർക്ക് എതിരായിരുന്നു. BCE 30 റോമൻ നേതാവായിട്ടുള്ള ഒക്ടോവിയന്റെ സൈന്യം ഈജിപ്തിനെ വളഞ്ഞപ്പോൾ തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് ക്ലിയോപാട്രയ്ക്ക് മനസ്സിലായി. റോമിന്റെ മുന്നിൽ ഒരു അടിമയെ പോലെ തല കുനിക്കുന്നതിലും ഭേദം മരണമാണെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ആകാംക്ഷയുണർത്തുന്ന ആത്മഹത്യകളിൽ ഒന്ന് സംഭവിച്ചു. അതെ, ക്ലിയോപാട്ര സ്വയം അവസാനിപ്പിച്ചു. ക്ലിയോപാട്രയുടെ മരണത്തോടെ ഫറവോന്മാരുടെ യുഗം തന്നെ അവസാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. നൈൽ നദിയുടെ തീരത്തെ ആ പുരാതന രാജ്യം അതോടെ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായി മാറി. തുടർന്ന് വന്ന റോമൻ ചക്രവർത്തിമാർ ഈജിപ്തിലെ രാജാക്കന്മാരായി സ്വയം ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊരു പ്രതീകാത്മകമായ കളി മാത്രമായിരുന്നു എന്നതാണ് സത്യം. റോമൻ സൈന്യാധിപന്മാരായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഭരണം നടത്തിയത്. കാലം മുന്നോട്ട് പോകും തോറും പഴയ ഈജിപ്ഷ്യൻ ദൈവങ്ങളും മതവും ക്രിസ്തു മതത്തിനും പിന്നീട് വന്ന ഇസ്ലാമിനും വഴി മാറിക്കൊടുത്തു. ഫറവോന്മാർ അവരുടെ അനശ്വരതയ്ക്ക് വേണ്ടി നിർമ്മിച്ച മഹത്തായ പിരമിഡുകൾ മാത്രമാണ് അവിടെ ബാക്കിയായത്. ആയിരക്കണക്കിന് വർഷം നീണ്ട ആ സൂര്യവംശം വിദേശ ശക്തികളുടെ തുടർച്ചയായ കൈമാറ്റങ്ങളിലൂടെ ഒരു സിംഹാസനം എന്നതിലുപരി ഒരു പ്രവിശ്യയായി മാറിപ്പോയി. ഒടുവിൽ ചരിത്രത്തിന്റെ താളുകളിലേക്ക് അത് മാഞ്ഞ് ഇല്ലാതായി. വലിയൊരു സാമ്രാജ്യത്വത്തിന്റെ പ്രതാപവും തകർച്ചയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിശബ്ദമായി നൈൽ നദിയുടെ തീരത്ത് ഇന്നുറങ്ങുന്നത് ആ പിരമിഡുകളാണ്. ഫറവോ രാജാക്കന്മാർ അന്ന് പണിതിരുന്ന അവരുടെ കൊട്ടാരമായിരുന്നു, അതായത് മരണാനന്തര കൊട്ടാരമായിരുന്നു പിരമിഡുകൾ. വളരെ വിചിത്രമായ നിരവധി ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഫറവോയുടേത്.
മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു അത് എന്ന് നമുക്ക് അവരുടെ മമ്മിഫിക്കേഷനിൽ നിന്നും അതുപോലെ തന്നെ പിരമിഡ് ഉണ്ടാക്കിയതിൽ നിന്നൊക്കെ വ്യക്തമാണ്. ആ വിചിത്രമായ രീതികളെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. നമുക്ക് ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂര്യദേവനായ റായുടെ കിരണങ്ങൾ നൈലിന്റെ തീരങ്ങളിൽ പതിഞ്ഞ ആ പുലരിയിൽ ഈജിപ്തിന്റെ ഫറവോയായിരുന്ന തുത്മോസ ഉറക്കമുണർന്നത് തന്റെ സ്വർണാലങ്കൃതമായ കൊട്ടാരത്തിലായിരുന്നു. പുറത്ത് ജനങ്ങൾ ദൈവപുത്രനായ രാജാവിന്റെ പേര് മന്ത്രിക്കുകയാണ്. കാരണം ഫറവോ വെറും രാജാവായിരുന്നില്ല, അദ്ദേഹം ഭൂമിയിലെ ജീവനുള്ള ദൈവം, രാജ്യത്തിന്റെ പരമോന്നത പുരോഹിതൻ, സൈന്യാധിപൻ, നൈൽ നദിയുടെ പ്രകൃതി ശക്തിയെ നിയന്ത്രിക്കുന്നവൻ, എല്ലാം ഒരു വ്യക്തി. അതായിരുന്നു അന്നത്തെ ഫറവോ. തുത്മോസിന്റെ ജീവിതം സാധാരണ മനുഷ്യന്റേതുമായിരുന്നില്ല. ഓരോ നിമിഷവും കർശനമായ ആചാരങ്ങളാലും നിഗൂഢമായ നിയമങ്ങളാലും ബന്ധിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഫറവോയുടെ ജീവിതത്തിലെ ഏറ്റവും വിചിത്രമായ കാര്യം അദ്ദേഹത്തിന് മരണം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. അദ്ദേഹം ജീവിച്ചത് ഈ ലോകത്തിന് വേണ്ടിയായിരുന്നില്ല, അടുത്ത ലോകത്തിന് വേണ്ടിയായിരുന്നു. ഭരണം തുടങ്ങിയ ഉടൻ തന്നെ നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മരണത്തിന്റെ ലോകത്ത് തനിക്കുള്ള ഭവനം, അതായത് ശവകുടീരം പണിയാൻ അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി. അത് വെറും ഒരു കുഴിമാടമായിരുന്നില്ല, മറിച്ച് അടുത്ത ലോകത്തേക്ക് പോകുമ്പോൾ ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ കൊട്ടാരമായിരുന്നു. ഫറവോയുടെ മമ്മിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ദിവസേന നടന്നു. പ്രത്യേക തൈലങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ശരീരത്തിൽ പുരട്ടി തന്റെ ശരീരം അനശ്വരമായി സൂക്ഷിക്കാനുള്ള രഹസ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പുരോഹിതരുമായി ചർച്ച ചെയ്തു. തന്റെ ശവകുടീരത്തിൽ തനിക്ക് വേണ്ടി ഉപകരണങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം, വേണ്ടി വന്നാൽ ഉപയോഗിക്കാനായി ഭടന്മാരുടെ പ്രതിമകൾ വരെ അദ്ദേഹം അവിടെ വെക്കുന്നുണ്ട്. കാരണം അടുത്ത ലോകത്ത്, അതായത് മരണാനന്തര ലോകത്ത് തന്റെ ഇപ്പോഴത്തെ പ്രതാപം ഇതുപോലെ നിലനിർത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഫറവോന്മാർക്ക് ചില പരിശുദ്ധിയുടെ ചിഹ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നല്ലേ? ഫറവോ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിചിത്രമായ രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചില പ്രത്യേകതകൾ നിർബന്ധമായിരുന്നു. അതിൽ ഒന്നാമത്തത് കപടമായിട്ടുള്ള താടിയാണ്. അതായത് ഫറവോന്മാർ വെള്ളിനൂൽ കൊണ്ടോ അല്ലെങ്കിൽ ലോഹം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു കൃത്രിമ താടി ധരിച്ചവരാണ്. ഇത് പുരുഷത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും ചിഹ്നമായിട്ടാണ് അവർ നോക്കിക്കണ്ടത്. സ്ത്രീകളാകട്ടെ ഫറവോന്മാരായി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ താടി അവരും ധരിക്കേണ്ടതുണ്ട്. ഹത്ഷെപ്സൂത്ത് രാജ്ഞിയെ കുറിച്ച് പറയുമ്പോൾ ഇത് ശ്രദ്ധേയമാണ്. ഇനി അവർ ധരിക്കുന്ന ഇരട്ട കിരീടമാണ് പ്രധാനപ്പെട്ടത്. മുകളിലെയും താഴത്തെയും ഈജിപ്തിനെ പ്രതിനിധീകരിക്കുന്ന ചുവപ്പും വെള്ളയും കലർന്ന കിരീടമായിരുന്നു ഫറവോയുടെ ഏറ്റവും വലിയ ചിഹ്നം. ഇത് രാജ്യത്തിന്റെ ഐക്യമാണ് വിളിച്ചോതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ശുചിത്വത്തിൽ വലിയ കണിശത കാണിച്ചു എന്നതാണ്. ഫറവോന്മാർക്ക് ശരീരത്തിൽ ഒരു രോമം പോലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പുരോഹിതന്മാരെ പോലെ അവർ ദിവസവും ശരീരം ഷേവ് ചെയ്യുകയും ശുദ്ധീകരണ സ്നാനം നടത്തുകയും ചെയ്തു. മറ്റൊരു പ്രത്യേകത, അവർ തുടർന്നു പോന്ന വിവാഹ ബന്ധങ്ങളാണ്. അധികാരം തന്റെ കുടുംബത്തിൽ നിന്നും പുറത്തു പോകാതിരിക്കാനും രാജരക്തത്തിന്റെ പരിശുദ്ധി നിലനിർത്താനും ഫറവോന്മാർ വിചിത്രമായ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ചില രാജവംശങ്ങളിൽ സഹോദരിമാരെ വിവാഹം കഴിക്കുന്നത് അന്ന് സാധാരണമായിരുന്നു. തൂത്തൻഖാമന്റെ മാതാപിതാക്കളെ, അതായത് പ്രധാനപ്പെട്ട ഒരു മമ്മിയാണ് തൂത്തൻഖാമന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ സഹോദരങ്ങളായിരുന്നു എന്നും അതിന്റെ ജനിതകമായ പ്രശ്നങ്ങളാണ് തൂത്തൻഖാമനെ ബാധിച്ചതെന്നും പിന്നീടുള്ള ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫറവോ രാജവംശത്തിൽ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ പതിവായതുകൊണ്ട് തന്നെ ഒരുപാട് ജനിതക വൈകല്യങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്. ടോളമി രാജവംശത്തിലും ഇത് പതിവായിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഗേറ്റ് റോയൽ വൈഫ് എന്ന സ്ഥാനം വഹിക്കുന്ന രാജ്ഞിക്ക് രാജകാര്യങ്ങളിൽ വലിയ സ്വാധീനവും അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. ഫറവോയുടെ ഓരോ ചലനവും ഒരു മതപരമായ ആചാരമായിരുന്നു. അതായത് രാവിലെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി റാ ദേവനെയും മറ്റ് ദൈവങ്ങളെയും പൂജിക്കണം. രാജ്യത്തെ ഏറ്റവും വലിയ പുരോഹിതനായിരുന്നു അദ്ദേഹം. തന്റെ ഓരോ പ്രവൃത്തിയും അതായത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ, നീതി നിലനിർത്താൻ വേണ്ടിയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഫറവോയുടെ ഈ വിചിത്രമായ ജീവിത രീതി അദ്ദേഹത്തെ മനുഷ്യരിൽ നിന്നും അകറ്റി ഒരു ദൈവമായി ഉയർത്തി കാണിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അനശ്വരതയുടെ കവചം പോലും കാലത്തിന്റെ പ്രഹരത്തിൽ തകർന്നു വീണു എന്നതാണ് യാഥാർത്ഥ്യം. ഫറവോന്മാരുടെ ശരീരം മമ്മിയായി സൂക്ഷിക്കപ്പെട്ടുവെങ്കിലും അവരുടെ സിംഹാസനം ചരിത്രത്തിൽ ഒരു നിഗൂഢമായ ഓർമ്മയായി മാത്രം അവശേഷിക്കുകയാണ്. ആ പ്രതാപകാലത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് നൈൽ നദിക്കരയിൽ അവരുണ്ടാക്കിയ മരണാനന്തര ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയ കൊട്ടാരങ്ങളാണ്. അത് പിരമിഡുകളാണ്. ഇന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ.